ഹലോ, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. എന്തായി എല്ലാവരുടെയും വിഷു ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? കൊന്നപ്പൂക്കളൊക്കെ കിട്ടിയോ? ഇവിടെ വലിയൊരു മരം ഉണ്ട് കേട്ടോ. കൊന്നമരം വലുതാണ്, പക്ഷേ അതിന് കിട്ടാൻ കുറച്ച് പണിയാണ്. താഴെ കൊമ്പിൽ കുറേശ്ശെ ഉള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത്. മുകളിൽ ഇഷ്ടംമാരി ഉണ്ട്, പക്ഷേ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത്രയും വലിയ മരത്തിൽ കയറാൻ കഴിയില്ലല്ലോ. എന്തായാലും താഴെ ഉള്ളതൊക്കെ ഞാൻ കുറേശ്ശെ പറിച്ചെടുക്കുന്നുണ്ട്. കുട്ടികളെ വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തണം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ. താഴെ കൊമ്പിൽ ചെറുതായിട്ടുണ്ട്, അതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. കൊന്നപ്പൂവും കൃഷ്ണനും ഇല്ലാതെ നമുക്ക് വിഷു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കണി വെക്കലും കൊന്നപ്പൂ കൊണ്ട് കണി വെക്കലും കണി ഒരുക്കലൊക്കെയാണ് എനിക്ക് ഏറ്റവും വിഷു എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത്. കണി വയ്ക്കുക, കൊന്നപ്പൂ വരക്കാൻ പോവാം, അതൊക്കെ ഭയങ്കര നമുക്ക് എന്താ പറയുക നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഭയങ്കര മെമ്മറിയാണല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഫോട്ടോഷൂട്ടാണ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ കാലത്ത് ഫോട്ടോഷൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കണി ഒരുക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ കൈനീട്ടം കിട്ടുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ ഇവരെ വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്താമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവരോട് കൃഷ്ണനൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഉമ്മ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു പോയി, അതോടുകൂടി ഞാൻ കുടുങ്ങി. പിന്നെ ഉമ്മ കൊണ്ട് അവിടെ അഭിഷേകം നിർത്തുമെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഏതായാലും ഇവരെ വെച്ചിട്ട് ഞാൻ ചെറിയ രീതിയിൽ ഒരു ഫോട്ടോ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഓരോ രീതിയിൽ ഇവർക്ക് എത്ര ഫോട്ടോ എടുത്തിട്ടും പല രീതിയിലും വീഡിയോ എടുക്കാൻ പറയുകയാണ് മക്കൾ. എന്നെ ഞാൻ ഇങ്ങനെ പോകേണ്ട തിരിക്കണതൊക്കെ എടുക്കണതൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങളുടെ വിഷുവൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിഷുവൊക്കെ എവിടെ വരെ എത്തി? എല്ലാവരും വിഷുവൊരുക്കങ്ങളൊക്കെ തുടങ്ങിയോ എന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. നിങ്ങളുടെ വിഷുവൊരുക്കങ്ങളൊക്കെ എവിടെയൊക്കെ ആയി? എല്ലാവരും നെയ്യപ്പൊക്കെ ഉണ്ടാക്കാറുണ്ടോ? എല്ലാവരുടെ നാട്ടിലും വിഷുവിൻ്റെ തലേദിവസം നെയ്യപ്പം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ നാട്ടിലെങ്ങനെയെന്ന് പറയൂ കേട്ടോ.